പ്രവാസികൾക്ക് ഗൃഹാതുര ഓർമ്മകൾ സമ്മാനിച്ച് ഒമാന്റെ വിവിധ പ്രദേശങ്ങളിൽ മാവുകൾ കായ്ച്ചു. പ്രവാസികളുടെ നാട്ടോർമ്മയിൽ നിന്ന് മാഞ്ഞുപോകാത്ത ചിത്രമാണ് വിളഞ്ഞു നിൽക്കുന്ന മാമ്പഴങ്ങൾ. ഏപ്രിൽ അവസാനത്തിലും മെയ് മാസത്തിലും സുൽത്താനറ്റിലെ വഴിയോരത്തും കൃഷിയിടങ്ങളിലും വീട്ടുമുറ്റത്തും ഒഴിഞ്ഞ തൊടിയിലും നിറയെ കായ്ച്ചു നിൽക്കുന്ന മാവുകൾ കാണാം. ഒമാന്റെ വളക്കൂറുള്ള മണ്ണിൽ തഴച്ചു വളരുന്ന മാവുകളിൽ നിറയുന്ന മാങ്ങയും പ്രവാസികൾക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. പഴുത്ത മാമ്പഴത്തിന് മെയ് ജൂൺ മാസങ്ങളിൽ ഒമാൻ വിപണിയിൽ നല്ല വിൽപ്പന ലഭിക്കും. പരമ്പരാഗത മാർക്കറ്റിലും സൂക്കിലെ പഴം പച്ചക്കറി കേന്ദ്രത്തിലും മാമ്പഴമുണ്ടാകും. കേരളത്തിൽ നാട്ടിലെ പറമ്പിൽ കായ്ക്കുന്ന പോലെ തന്നെ അധികം വലുതല്ലാത്ത ചെറിയ തരത്തിലുള്ള മാമ്പഴമാണ് ഇവിടെയുള്ളത്. സീസണാകുന്നതോടെ പാതയോരത്തു നിന്നും മാമ്പഴം വാങ്ങിക്കാൻ കിട്ടും. വരും ദിവസങ്ങളിൽ വലിയ ഹൈപ്പർ മാർക്കറ്റുകളിൽ മാമ്പഴ ഫെസ്റ്റുകളും മാമ്പഴ പ്രദർശനങ്ങളും നടക്കും. 1990 തന്നെ രാജ്യത്ത് മാവുകൾ വ്യാപകമാക്കുന്നതിന് കാർഷിക മന്ത്രാലയം ശ്രമങ്ങൾ നടത്തുകയും ഇത് സംബന്ധമായി ഗവേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഉന്നത ഗുണനിലവാരമുള്ള 25 ഇനം മാവുകൾ ഒമാന്റെ മണ്ണിന് അനുയോജ്യമാണെന്ന് പഠനത്തിൽ കണ്ടെത്തി. മസ്കത്ത് ഗവർണറേറ്റിലെ ഖുറിയാത്തിലെ ഹൈൽ അൽ ഗാഫ് ഗ്രാമം മാങ്ങാ കൃഷിക്ക് ഏറെ പ്രശസ്തമാണ്. ഗ്രാമത്തിലെ പ്രധാന നാണ്യവിളയാണ് മാവ്. ഇവിടെ ഗുണമേന്മയുള്ളതും മധുരമുള്ളതുമായ മാങ്ങകൾ സുലഭമാണ്. ഇവിടെയുള്ള ഗുണമേന്മയുള്ള പ്രധാന മാങ്ങയാണ് ലുംബ ഹംബ. ഇത് മറ്റു പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ലുംബ ഹംബ മാങ്ങകൾക്ക് ഒമാനി പ്രാദേശിക മാർക്കറ്റിൽ വൻ ഡിമാൻഡാണ്. ഒമാനിൽ നിന്ന് വിളവെടുക്കുന്ന മാങ്ങ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുമുണ്ട്. ഗൾഫ് മാധ്യമം, മസ്കത്ത്.